നമ്മുടെ മുൻപത്തെ ജനറേഷൻ ഇവിടുത്തെ നമ്മുടെ കൾച്ചറിലുള്ള കണ്ടന്റുകൾ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള പ്രാക്ടീസസിലേക്ക് മാത്രമാണ് എക്സ്പോസ്ഡ് ആയിരുന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള കണ്ടന്റുകളും അവൈലബിൾ ആണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള പ്രാക്ടീസസും നമ്മുടെ മുന്നിൽ നടന്നുകൊടുക്കുന്നുണ്ട്. അപ്പൊ അത് പലതും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ ഇമിറ്റേഷന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഒരു ബിഹേവിയറിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ഇൻസിഡന്റുകളെല്ലാം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻസിഡന്റുകൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ഒരു ഫ്രീക്വൻസിയും തീവ്രതയും എല്ലാം കൂടുന്നത് എന്നുള്ളത് ആണ് തോന്നുന്നത്. നമ്മുടെ നല്ല ഗെയിമിംഗ് കൾച്ചർ നല്ലോണം ഉണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഗെയിം കളിച്ചതിനെക്കാട്ടിലും കൂടുതൽ നമ്മളെ താഴെ വന്ന യങ്ങർ ജനറേഷൻസ് ഗെയിം കളിച്ചിട്ടുണ്ട്, അവർ കളിക്കുന്നുണ്ട്, അവരത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് ഈ ടൈപ്പിലുള്ള കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇപ്പോൾ തൊപ്പി, സായിപ്പ് എന്നൊക്കെ പറയുന്ന കുറെ, അതുപോലെ വേറെ കുറെ ആൾക്കാർ എനിക്ക് മനസ്സിൽ ഇപ്പോൾ ഇത് പേരെ വന്നോളൂ. അപ്പോൾ ഇവരുടെയൊക്കെ വ്യൂവേഴ്സ് എടുത്തു കഴിഞ്ഞാലും 90% മുകളിൽ ഈ കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ. 10 to 14 ഇവരൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോകുന്ന, ഒരു പബ്ലിക് സ്പേസിൽ പോകുമ്പോഴുള്ള ക്രൗഡിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതെ, അപ്പൊ അവരുടെയൊക്കെ വ്യൂവേഴ്സും അവരുടെ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ഇത്രയും ചെറിയ കുട്ടികളാണ്. അവരൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ, അവരൊക്കെ കൺവേ ചെയ്യുന്ന മെസ്സേജുകൾ, ഇതൊക്കെ ഈ കുട്ടികളെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതാണ് നമ്മളിപ്പോ ഡ്രഗ് അഡിക്ഷനെ പറ്റിയിട്ട് നമ്മളൊരു ഫുൾ എപ്പിസോഡ് ചെയ്തിരുന്നു. സബ്സ്റ്റൻസ് അഡിക്ഷനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും അതേ ലെവലിനെ ഡേഞ്ചർ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഫോൺ അഡിക്ഷനും സ്ക്രീൻ അഡിക്ഷനും എന്ന് പറയുന്നത്. അതായത് യങ് ഏജിൽ തന്നെ വലിയ രീതിക്ക് ഇത് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഈ കുട്ടികളെ എന്താണ് കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഇങ്ങനത്തെ കണ്ടന്റും ഇതൊക്കെ ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള കണ്ടന്റുകളൊക്കെയാണ്. അതായത് ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ തെറി വിളിക്കുക, ഇത് അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ മുഖം നോക്കാൻ ചെയ്യുന്നതിനല്ല, ഒരു റെഡ് ലൈൻ വേണം ഇതിനൊക്കെ. അപ്പോൾ ഞാൻ റെഡ് ലൈൻ ഉദ്ദേശിച്ചത് കുട്ടികളെ ഇത് ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ളതല്ല. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു എക്കോസിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, മറ്റൊരാൾക്ക് ഹാം ഇല്ലാത്ത രീതിയിൽ ചെയ്യണം. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കുക, ഇങ്ങനത്തെ കണ്ടന്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ ഉള്ള കുറെ പ്രശ്നങ്ങൾ ഇതിലുണ്ട്.